friends, welcome to my channel. This video is very helpful for students who are going to write tomorrow's BA Part 1 English examination. The only one novel which is for your examination is Wuthering Heights by Emily Bronte. Emily Bronte, she is known as a famous Victorian novelist, and his classical work is Wuthering Heights. Important points to remember about Wuthering Heights. Wuthering Heights എന്ന് പറയുന്ന ആ ഒരു ക്ലാസിക്കൽ നോവലിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് narrative method. Narrative method is very important. Lockwood and Nellie Dean are the two narrators presented by Emily Bronte. Emily Bronte present ചെയ്ത രണ്ട് narrators ആണ്, ഒന്ന് ലോക്ക്വുഡ് ആൻഡ് അതർ വൺ ഈസ് നെല്ലി ഡീൻ. പിന്നെ കാതറിൻ കീപ്പ് ചെയ്ത ഒരു ഡയറിയും ഇസബെല്ലയുടെ ലെറ്റേഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷനും ഒക്കെ ഈ വരുന്ന നറേറ്റീവ് മെത്തേഡിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അതുപോലെ പാസ്റ്റ് മെൻഷൻ ചെയ്യുന്ന പാസ്റ്റിനെ നറേറ്റ് ചെയ്യുന്നത് നെല്ലി ഡീനും, പ്രസൻറ്റിലെ ഈവൻറ്റ്സ് അല്ലെങ്കിൽ പ്രസൻറ്റിലെ കാര്യങ്ങൾ റീഡേഴ്സുമായിട്ട് നറേറ്റ് ചെയ്യുന്നത് ലോക്ക്വുഡാണ്. ലോക്ക്വുഡ് ഈസ് ദ മെയിൻ നറേറ്റർ ഹൂ ഡിസ്ക്രൈബ്സ് ഓർ ഹൂ നറേറ്റ്സ് ദി പ്രസൻറ്റ് ഈവൻറ്റ്സ് ടു ദി റീഡേഴ്സ്. പിന്നെ വദറിംഗ് ഹൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ ഗോതിക് നോവൽ. വദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗോതിക് നോവലാണ്. ഗോതിക് നോവൽ എന്ന് പറയുന്നത് പിന്നെ ഹൊറർ വരുന്ന, ഗോസ്റ്റിൻ്റെ പ്രസൻസ് ഉള്ള, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് പ്രസൻറ്റഡ് ആയിട്ടുള്ള, റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഹീറോസ് ഉള്ള, വില്ലൻസ് വരുന്ന, റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള വില്ലൻസ് വരുന്ന, ഓക്കെ, നല്ല രീതിയിലുള്ള ഹീറോസും ഭയങ്കര വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ക്യാരക്ടറിലുള്ള ഹീറോയിൻസും ഒക്കെ വരുന്ന ഗോസ്റ്റിൻ്റെ പ്രസൻസ് ഉള്ള നോവലാണ് ഗോതിക് നോവൽ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വദറിംഗ് ഹെഡ്സിനെ ഗോതിക് നോവലായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഓൾറെഡി ഐ മെൻഷൻഡ്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സിൽ ഗോസ്റ്റിൻ്റെ പ്രസൻസ് ഒക്കെ വരുന്ന, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഈവൻസിൻ്റെ പ്രസൻസ് വരുന്നതാണ് സൂപ്പർ നാച്ചുറൽ. വദറിംഗ് ഹെഡ്സ് ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉള്ള ഒരു നോവലാണ്. സിംബോളിക് നോവലാണ്. കാരണം സ്റ്റോം എന്നുള്ളത് ഒരു സിമ്പിളായിട്ട് വദറിംഗ് ഹൈറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ വദറിംഗ് ഹൈറ്റ്സ് ഒരു സിംബോളിക് നോവലാണ്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും പറ്റിയ പോയിൻറ്റ്സിൽ വരുന്നതാണ് ഡ്രീം ഓഫ് ലോക്ക്വുഡ് എന്ന്. ലോക്ക്വുഡ് ഡ്രീം കാണുന്നു, അത് ഒരു ഡ്രീമല്ല, രണ്ട് ഡ്രീംസാണ് ലോക്ക്വുഡ് ഒരേ ടൈമിൽ കാണുന്നത്. ആ ഡ്രീം, ലോക്ക്വുഡിൻ്റെ ഡ്രീം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വദറിംഗ് ഹൈറ്റ്സ് ഒരു ക്ലാസിക് നോവലാണ്. കാരണം നമ്മൾ ഇന്നും ആ ഒരു നോവൽ സർവൈവ് ചെയ്യുന്നു, ഇന്നും നമ്മൾ ആ നോവലിനെ പഠിക്കുന്നു, വായിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്ലാസിക് നോവലായിട്ട് കൺസിഡർ ചെയ്യാം. ടെസ്റ്റ് ഓഫ് ടൈമിനെ സർവൈവ് ചെയ്ത നോവലാണ് വദറിംഗ് ഹൈറ്റ്സ്. സോ ഇറ്റ് ഈസ് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ക്ലാസിക് നോവൽ. ആൻഡ് എൻ്റെ തീംസ് എന്ന് പറയുന്നത് ഒന്ന് ലവ് ബിറ്റ്വീൻ കാതറിൻ ആൻഡ് ഹീത്ത്ക്ലിഫ് എന്ന് പറയുന്നത്, അത് പ്രീ ഓർഡൈൻഡ് ലവ് ആണെന്ന് വദറിംഗ് ഹൈറ്റ്സിലൂടെ എമിലി ബ്രോണ്ടി മെൻഷൻ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ലവ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമുണ്ട്, റിവഞ്ച് അല്ലേ. ഹീത്ത്ക്ലിഫിൻ്റെ റോങ് ഡൂവേഴ്സിനോട് ഹീത്ത്ക്ലിഫ് കാണിക്കുന്ന ആ ഒരു വളരെ ഇൽട്രീറ്റിംഗ് ക്രൂവലായിട്ടുള്ള ആ ഒരു റിവഞ്ചാണ് അനദർ തീം ഓഫ് വദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹീത്ത്ക്ലിഫ് ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ ബൈറോണിക് ഹീറോ. ഹീറോയും വില്ലനും ഒരേ ആൾ തന്നെയാണ്. സോ അതൊരു ബൈറോണിക് ഹീറോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് വദറിംഗ് ഹൈറ്റ്സ്, എ ക്ലാസിക് നോവൽ ബൈ എമിലി ബ്രോണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്ത് ഒരൊറ്റ എസ്സേ എഴുതിയാൽ മതി. അതുപോലെ 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഹിൻഡ്ലി ഏൻഷ്യയെ കുറിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ഹീത്ത്ക്ലിഫ്, കാതറിൻ, ഡ്രീം, നറേറ്റീവ് മെത്തേഡ്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ എസ്സേ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്ലാസ്സിൽ ഒരൊറ്റ എസ്സേ കൊടുക്കത്തുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. ഷോർട്ട് ക്വസ്റ്റ്യനും എസ്സേയും ഒക്കെ അതിൽ തന്നെയാണ്, നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ examination. Thank you for watching my video.